ഡോക്ടർ ജയദേവൻ കൂടിയുണ്ട്. ഇപ്പോൾ ഡോക്ടർ ജയദേവൻ, ഇവിടെ വിദ്യാവിമൽ സൂചിപ്പിച്ചതനുസരിച്ചിട്ടാണ് എങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കഫ് സിറപ്പ് എഴുതി നൽകേണ്ടതില്ല. ഇവിടെ ഈ മധ്യപ്രദേശിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്തും പിഴവുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഡോക്ടർ ജയദേവൻ? കഫ് സിറപ്പുകൾ അതിനകത്ത് വിഷാംശം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DEG എന്ന് വിളിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പോയ്സണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഈ കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ വായിച്ചത്. മാത്രമല്ല, ഇതേ കോമ്പൗണ്ട് കൊണ്ട് മറ്റനേക രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കോഫ് സിറപ്പ് കൊണ്ട് തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ഇതെല്ലാം സമാനമായ മരണങ്ങളാണ്. കിഡ്നി ഫെയിലിയർ ആണ് ഈ ഡൈഎത്തിലീൻ ഗ്ലിസറോളിന്റെ DEG എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് ആണ്. അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അത്. യാതൊരു കാരണവശാലും ഒരു കോഫ് സിറപ്പിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദാർത്ഥമാണ് ഈ DEG എന്ന് പറയുന്നത്. അപ്പോ അത് ഒരു ഡോക്ടർ ഒരു മരുന്ന് കൊടുക്കുമ്പോഴോ ഡിസ്പെൻസ് ചെയ്യുമ്പോഴോ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴോ ഡോക്ടർക്ക് ഈ കോഫ് സിറപ്പിനകത്ത് ഈ വിഷാംശം ഉണ്ടെന്ന് അറിയാൻ യാതൊരു നിർവാഹവുമില്ല. അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയാണ് അത് ഉറപ്പാക്കേണ്ടത്. അല്ലാതെ ആ ഡോക്ടർക്ക് ഒരു ഡോക്ടറും ഒരു വിഷാംശം അല്ല, അത് സ്വാഭാവികമാണ്. എന്റെ സംശയം ഞാൻ ആവർത്തിക്കുന്നു, ഡോക്ടർ വിദ്യാവിമൽ സൂചിപ്പിച്ചത് തന്നെ ഈ കൊച്ചുകുട്ടികൾക്ക് കഫ് സിറപ്പ് പറയൂ വിദ്യാവിമൽ പറയൂ. അങ്ങനെയല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഫ് സിറപ്പ് എഴുതുന്നത് തെറ്റല്ല. നമ്മുടെ പ്രോട്ടോകോളിൽ ചുമയ്ക്ക് സിറപ്പ് എഴുതാം. നമുക്ക് മനസ്സിലായോ? ചുമയ്ക്ക് സിറപ്പ് എഴുതാം. പക്ഷെ ചുമ മാറിയേ പറ്റൂ എന്ന് ഒരു ദീർഘകാലം കൊടുക്കാൻ പാടില്ല. ഒരു ഡോക്ടർ, ഇപ്പൊ ഞാനൊരു പീഡിയാട്രിഷ്യനാണ്, ഞാനൊരു കുഞ്ഞിന് അതൊരു മരണം സംഭവിക്കണം എന്ന് കരുതി എഴുതുന്നല്ലോ. ബട്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ കൊടുത്തത് ഡെക്സ്ട്രോമെത്തഫൻ എന്ന് പറയുന്ന കഫ് സപ്രസന്റ് ആണ്. മധ്യപ്രദേശിൽ കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട്. DEG, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ DEG പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഗ്ലിസറിൻ വേണ്ടിടത്ത് കമേഴ്ഷ്യൽ ആവശ്യത്തിന് കൊടുക്കുന്ന പദാർത്ഥമാണ് കലക്കുക. അപ്പൊ ക്വാളിറ്റി പ്രശ്നമാണ്. രണ്ടാമത് കഫ് സപ്രസൻസ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, ഒരു പീഡിയാട്രിഷ്യനും ഒരു കുട്ടിക്ക് അസുഖം വരണം അല്ലെങ്കിൽ മരണം സംഭവിക്കണം എന്ന് കരുതി ഒരു കഫ് സിറപ്പ് എഴുതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചുമ ഒരു രോഗലക്ഷണമാണ്. ചുമയെ ചികിത്സിക്കുക എന്ന് പറയുന്നത് അസുഖം എന്താണെന്ന് കരുതി ചികിത്സിക്കുക. രണ്ടാമത് ഓവർ ദ കൗണ്ടർ മെഡിസിൻ വാങ്ങിക്കരുത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചുമ മരുന്ന് കഫ് സപ്രസന്റ് മാത്രമല്ല, എക്സ്പെക്ട്രൻസ് ഉണ്ട്, ആന്റി ഹിസ്റ്റമിൻസ് ഉണ്ട്, ഡീകൺജസ്റ്റൻസ് ഉണ്ട്. എന്ത് വേണം എന്നൊരു ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ എഴുതും. രണ്ടാമത്തെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ചുമയുടെ മരുന്ന് എഴുതുമ്പോൾ 2 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ചിലർ തന്നെ പേരൻസ് ദീർഘകാലം കൊടുത്തിട്ട് കുറയാത്തപ്പോഴാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഈ മരുന്നുകളെല്ലാം നമുക്കിപ്പം മോഡേൺ മെഡിസിൻ മരുന്നുകളാണ്. അല്ലാത്ത വിഭാഗത്തിലും മരുന്ന് കഴിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാ മരുന്നിന്റെയും ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡെക്സ്ട്രോമെത്തഫൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് രാജസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അത് കഫ് സപ്രസന്റ് ആണ്. അപ്പൊ ചുമയെ നമുക്ക് നിയന്ത്രിച്ച് ഇപ്പൊ തന്നെ കുട്ടിയുടെ ചുമ മാറണം, അതൊരു കാണുമ്പോൾ ടെൻഷനാണ് എന്ന് കരുതി പാനിക് ആവണ്ട. ഹോം റെമഡീസ് ഒക്കെ നോക്കാം. പക്ഷെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഈ 4 വിഭാഗത്തിൽപ്പെട്ട മരുന്ന് എഴുതുന്നത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമാണ്. കഫ് സപ്രസൻസ് ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുന്നത് നല്ലതല്ല. പക്ഷെ എക്സ്പെക്ട്രൻസ്, കഫം തുപ്പുന്ന മരുന്നുകൾ, അപ്പൊ കഫം ഇളകി വരുന്ന മരുന്നുകൾ, അത് തിന്നാക്കി കഫം എക്സ്പെക്ടറേറ്റ് പോകും. അപ്പൊ ആ മരുന്നുകളൊക്കെ എഴുതുന്നതിന് നേരത്തെയും അലൗഡ് ആണ്. അപ്പൊ 4 വയസ്സ് താഴെയാണ് കഫ് സപ്രസൻസ് മരുന്ന് നേരത്തെയും അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ കഫ് സപ്രസൻസ് മരുന്നുകൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അല്ലാത്ത സിറപ്പുകളുണ്ട്, ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഉണ്ട്. ആസ്മയുള്ള കുട്ടിക്ക് നമുക്ക് ചുമയുടെ മരുന്ന് കൊടുക്കണ്ടേ? ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ആസ്മ എന്താ സംഭവിക്കുക? ശ്വാസകോശത്തിന് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ് സംഭവിക്കുക. അപ്പൊ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കണം. അതും ഒരു കഫ് സിറപ്പ് പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് എപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ എല്ലാ കഫ് സിറപ്പും ഒന്നല്ല. ഏത് മരുന്ന് വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കും. ഒരു പീഡിയാട്രിഷ്യനും ഒരു കുട്ടിയും അപകടത്തിലാണെന്ന് കരുതി മരുന്ന് എഴുതില്ല. ഇത്രയധികം കുട്ടികൾ മരണപ്പെട്ടത് എന്തുകൊണ്ടാകാം? ക്വാളിറ്റി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 17 മരണങ്ങളാണ് മധ്യപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആ മരുന്നുകളുടെ ക്വാളിറ്റി പോലും അറിയാതെയാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു മരുന്ന് വരുന്നു, ആ മരുന്നിൽ എന്തുണ്ടെന്ന് ആ ഡോക്ടർക്ക് അതിനകത്തുള്ള പ്രിപ്പറേഷനിൽ നോക്കുകയാണെങ്കിൽ ക്ലോർഫെനിറമിനും ഫീനലെഫ്രിനും ഉണ്ട്. അതിനകത്ത് സ്വീറ്റ്നസ് ആയിട്ട് മധുരം, കുട്ടി ആ സിറപ്പ് കഴിക്കണമല്ലോ, അതിനകത്തുള്ള സ്വീറ്റ്നർ ഉണ്ട്. അതുപോലെ സോൾവെന്റ് ഉണ്ട്. സോൾവെന്റ് ആ മരുന്ന് ചേരണം. ആ ചേരുന്ന മരുന്ന് എന്ന് പറയുന്നത് ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അവരെ ഏറ്റവും ഒരു ക്രിമിനൽ ആയിട്ടുള്ള തെറ്റല്ലേ, ആ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ട ആ കമ്പനിയെ കൊടുത്തിരിക്കുന്നത് DEG ആണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എഴുതുന്ന ഡോക്ടർ എങ്ങനെ അറിയാനാണ് ഇതിനകത്ത് എന്ത് സോൾവെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്?
മനസ്സിലായില്ലേ? അപ്പൊ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട് നമ്മളുടെ മുമ്പിൽ. ഇതിപ്പോ ഈ കഫ് സിറപ്പ് മാത്രമല്ല, ഏത് മരുന്നും ആയിക്കൂടെ. ഇപ്പം പനിയുടെ മരുന്നുണ്ട്, വൈറ്റമിൻ സിറപ്പുകളുണ്ട്. ഇതിലൊക്കെ ഉള്ള മരുന്നുകളുടെ ഓരോ കണ്ടന്റും വളരെയധികം സ്ക്രൂട്ടനൈസ്ഡ് വേണ്ടേ നമ്മുടെ മുമ്പിൽ വരാൻ. ഇപ്പൊ നമ്മൾക്കൊരു ഡോക്ടർക്ക് എഴുതുന്ന ഡോക്ടർക്ക് ആ സിറപ്പിൽ എത്രത്തോളം എന്തൊക്കെ ഉണ്ട് എന്ന് അതിന്റെ പേര് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇതിനകത്ത് കണ്ടാമിനൻസ് ഉണ്ടോ, പൊല്യൂട്ടൻസ് ഉണ്ടോ, എന്തുണ്ടെന്ന് ആ ഡോക്ടർ എങ്ങനെ അറിയാനാണ്? ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഓവർ ദ കൗണ്ടർ യൂസ് ചെയ്യരുത്. കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി എൻഷുർഡ് ആയിട്ടുള്ള മെഡിസിൻസ് വേണം നമുക്ക് അവൈലബിൾ ആക്കാൻ മാർക്കറ്റിൽ. ശരി ഡോക്ടർ ജയദേവൻ, ഇവിടെ ഈ DEG ആവശ്യത്തിലധികം അല്ലെങ്കിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ എന്ന നിലയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കത് സാങ്കേതികമായി അറിയില്ല. അതൊരു ടോക്സിക് കെമിക്കലാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിന്റെ റോൾ? ഈ DEG മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണോ? എന്താണ് അതിന്റെ റോൾ? ഒരു കറക്ഷൻ ഉണ്ട്. അനുവദനീയം എന്നുള്ള വാക്ക് ഇവിടെ അനുവദനീയമല്ല, ഉപയോഗിക്കാനേ പാടില്ല അല്ലെ? ഇതൊരു പോയിസൺ ആണ്. ഈ പോയിസൺ ഇതിനകത്ത് കഫ് സിറപ്പിനകത്ത് പെടാൻ പാടുള്ളതല്ല. അല്ലാതെ നമ്മളിപ്പോ പറയും അനുവദനീയമായിട്ടുള്ള പല മരുന്നുകളും ഘടകങ്ങളും ഓരോ മരുന്നുകളിലും ഉണ്ട്. അതിന്റെ അമിതമായ അളവ് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കഫ് സിറപ്പിൽ ഉള്ളതിനാലാണ് ഇവിടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം രാജ്യങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ കോഫ് സിറപ്പ്, ഇതേ DEG അടങ്ങിയിട്ടുള്ള കോഫ് സിറപ്പ് കഴിച്ചതിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സംശയം ഡോക്ടർ രാജീവ്, അപ്പോൾ എന്തിനാണ് ഈ DEG ഇവർ ചേർക്കുന്നത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് കോഫ് സിറപ്പിന്റെ ഒരു ഘടകമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് എനി കോഫ് സിറപ്പ്. ഇറ്റ് ഷുഡ് നോട്ട് ബി. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതിന് ഒരുപക്ഷെ അത് മായം കലർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഗുണനിലവാര പരിശോധനയിൽ വ്യാപകമായിട്ടുള്ള പാളിച്ച ഉണ്ടായെന്നിരിക്കാം. അതിൽ ഒരു വിധത്തിലും നമുക്ക് അതിനെ എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഫ് സിറപ്പിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സും അതിന്റെ പ്രോഡക്റ്റുകളും കർശനമായിട്ടും അതിൽ ഗുണനിലവാരം പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാത്ത സ്ഥിതിക്ക് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരു മരുന്ന് എഴുതുമ്പോൾ ഈ മരുന്ന് സേഫ് ആണ് എന്ന് ഉള്ള വിശ്വാസത്തിലാണ്. നമ്മളിപ്പോ കള്ളനോട്ടിന്റെ കാര്യം പറയുന്നില്ലേ, നമ്മളിപ്പോ കയ്യിലൊരു നോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കള്ളനോട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ല, അത്രയ്ക്ക് സമർത്ഥമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇവിടെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അത് ക്വാളിറ്റി കൺട്രോളിലാണ് പാളിച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ലോകാരോഗ്യ സംഘടനയും ഒക്കെ 2022 ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അന്ന് നമ്മുടെ രാജ്യത്ത് അല്ലായിരുന്നു ഇത് സംഭവിച്ചത്. ദ ഗാംബിയ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിർഭാഗ്യവശാൽ നിരവധി കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്നും കയറ്റുമതി ചെയ്ത കോഫ് സിറപ്പിൽ നിന്നും ഇതേ കെമിക്കലിൽ നിന്നും ഉണ്ടായെന്നാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിലവിലിരിക്കെ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുള്ള കോഫ് സിറപ്പുകളിൽ ഈ വിഷാംശം ഉണ്ടെങ്കിൽ അവിടെ ഒരു പാളിച്ചയുണ്ട്. അത് തീർച്ചയായിട്ടും നികത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പ്രതികരണം പലപ്പോഴും തീവ്രമായിരിക്കും. അതായത് കോഫ് സിറപ്പ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ ആത്യന്തികമായി ഇവിടെ പ്രശ്നം വരുന്നത് ക്വാളിറ്റി കൺട്രോളിലാണ്. എന്തായാലും ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വലിയ ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് രണ്ട് വിദഗ്ധർ നമ്മളോടൊപ്പം തുടരുന്നത്. ദയവായി തുടരുക. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.